ബിഗ് ബോസ് മലയാളം 7-ാം സീസണിൽ ആതിരയും നൂറയും മത്സരിച്ചിരുന്നു. ലബിസൻ പങ്കാളികളായ ഇരുവരും നേരത്തെ മുതൽ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും നേരിട്ട വിമർശനങ്ങളെക്കുറിച്ചെല്ലാം തുറന്നു പറഞ്ഞിരുന്നു. നിയമപോരാട്ടം വരെ നടത്തിയാണ് ഒന്നിച്ചത്. കുടുംബാംഗങ്ങളടക്കം ഈ ബന്ധത്തിൽ എതിർപ്പുകളുമായി രംഗത്ത് വന്നിരുന്നു. പ്രണയം പരസ്യമായതോടെ നൂറ വീട്ടുതടങ്കലിലായിരുന്നു. ആദില ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയ ശേഷമാണ് പുറത്തേക്ക് വിട്ടത്. വീട്ടുകാരുടെ പിന്തുണയില്ലാതെയാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ഇരുവരും തുറന്നു പറഞ്ഞിരുന്നു. ഒറ്റയ്ക്കാണ് ഇവർ ബിഗ് ബോസിൽ മത്സരിച്ചതും. ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളുന്ന ലക്ഷ്മിയുടെ പരാമർശം വൻ വിവാദമായിരുന്നു. ഇവരെ താൻ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണെന്ന് മോഹൻലാൽ പറഞ്ഞതോടെ ഇവർക്കുള്ള പിന്തുണ കൂടുകയായിരുന്നു. വീട്ടുകാരെയും സമൂഹത്തെയും മോശമാക്കിയതാണ് ഇവർ ജീവിക്കുന്നത് എന്നാണ് ഒരു വിഭാഗത്തിന്റെ അധിക്ഷേപം. നെഗറ്റീവ് കമന്റുകളും വിമർശനവും തുടക്കം മുതലേ കാണുന്നതാണ്. അതൊന്നും ഞങ്ങളെ ബാധിക്കാറില്ലെന്ന് ഇരുവരും വ്യക്തമാക്കിയിരുന്നു. പ്ലസ് വൺ പഠനകാലത്തായിരുന്നു ഇരുവരും പരിചയത്തിലാകുന്നത്. ആദ്യം കണ്ടപ്പോൾ ഒരു സ്പാർക്ക് തോന്നിയിരുന്നു. പ്ലസ് ടു ആയപ്പോൾ അത് ദൃഢമായി. പരസ്പരം മനസ്സിലാക്കിയതോടെ ഇനി അങ്ങോട്ട് ഒരുമിച്ച് തീരുമാനിച്ചു ജീവിക്കാമെന്ന് തീരുമാനമെടുത്തു. ഇതേക്കുറിച്ച് അറിഞ്ഞപ്പോൾ കൗൺസിലിങ്ങിലൊക്കെ കൊണ്ടുപോയി മനസ്സ് മാറ്റാൻ പേരൻസ് നോക്കിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ തീരുമാനം ഉറച്ചതായിരുന്നു എന്ന് ഇരുവരും പറഞ്ഞു. ബിഗ് ബോസിൽ അവസാന നിമിഷം വരെ പൊരുതിയാണ് ഇരുവരും. ഷോയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ആദ്യത്തെ വിശേഷങ്ങൾ പങ്കുവച്ചത്. നൂറയുടെ ബർത്ത്ഡേ ഗംഭീരമാക്കിയതിന്റെ വിശേഷങ്ങൾ നേരത്തെ വൈറലായിരുന്നു. നൂറയ്ക്ക് സർപ്രൈസ് സമ്മാനം വാങ്ങിയതിനെക്കുറിച്ചായിരുന്നു പുതിയ വ്ലോഗ്. ഞാൻ എന്തെങ്കിലും സർപ്രൈസ് പ്ലാൻ ചെയ്താലും അവൾക്ക് മനസ്സിലാകും എന്താണെന്ന് അവൾ കണ്ടുപിടിക്കും. അതുകൊണ്ട് എനിക്കങ്ങനെ കാര്യമായ പ്ലാനിംഗ് ഒന്നും നടത്താൻ പറ്റിയില്ല. ഈ പ്രാവശ്യം മനസ്സിലാക്കുമോ എന്ന് അറിയില്ല. അത് മതിയോ ഇത് മതിയോ എന്നുള്ളതൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. അവളിപ്പം വലിയ സെലിബ്രിറ്റിയൊക്കെ ആയില്ലേ ആദില ചൊറഞ്ഞു. ഇവളുടെ പിഎ ആവണോ പാർട്ണർ ആവുന്നോ എന്ന കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. ബിഗ് ബോസിൽ പോയതിനു ശേഷം വന്ന മാറ്റമാണിത്. അവിടെ നിന്നും വന്നതുകൊണ്ട് എല്ലാവർക്കും നല്ല തിരക്കല്ലായിരിക്കും. അതുകൊണ്ട് ബർത്ത്ഡേ പാർട്ടി എല്ലാവരും വരുമോ എന്ന് അറിയില്ലായിരുന്നു എന്ന് നൂറ പറഞ്ഞു. പരസ്പരം സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരാണ് ഇരുവരും. അതാണ് ഇവരുടെ ശക്തി. അത് ബ്രേക്ക് ചെയ്യാൻ ഒരു മനുഷ്യനും സാധിക്കില്ല. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പതിനായിരങ്ങളുണ്ട്. പിന്നെന്തിനാണ് വിഷമിക്കുന്നത്? കണ്ടവന്റെ ആട്ടും ചവിട്ടും കൊണ്ടുള്ള ജീവിതം നശിപ്പിക്കരുത്. ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് എല്ലാവരും പറയുന്നു.